നമ്മൾ പ്രപ്പോസൽ കൊടുത്തു. എയിംസിന് 3 സ്ഥലം സജസ്റ്റ് ചെയ്തു. കേരള സർക്കാർ 3 സ്ഥലം സജസ്റ്റ് ചെയ്തു. ഇത് 3 സ്ഥലം സജസ്റ്റ് ചെയ്താൽ അവിടെ ഇരിക്കുന്നവൻ ഗണിച്ചറിയോ ഇത് ഇന്നടത്തേക്ക് വേണം? അല്ല, നമ്മൾ ഇവിടുന്ന് ക്യാബിനറ്റ് റാങ്കോട് കൂടി പിന്നെ കെ വി തോമസ് സാറിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സീനിയർ IAS ഓഫീസർ അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ. രണ്ട് വൻ പിന്നെ സ്ട്രോങ് മാൻ അവിടെ ഇരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് ചെയ്യാവുന്ന സാധനമല്ലേ, അങ്ങനെ ഒരെണ്ണം വരുത്താവുന്നതല്ലേ? സുമൻ ബില്ല എന്ന് പറഞ്ഞ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ കേരളത്തെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്ന കേരളത്തിന്റെ സെക്രട്ടറിയും ഡയറക്ടറും ആയിരുന്ന ആൾ അവിടെ ഇരിക്കുകയല്ലേ? ചിലരൊക്കെ പറയുന്നത് കേട്ട് ഈ പ്രേമേന്ദ്രൻ MP അദ്ദേഹം മാത്രമാണ് കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് ഇതിന്റെ വകുപ്പ് അറിയാം. ഫ്ലൈ ഓവർ ഒക്കെ ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമം കണ്ടില്ലേ? അതൊക്കെ എവിടെ കൊണ്ടുവന്ന് എങ്ങനെ കൊള്ളിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ കേന്ദ്രത്തിൽ അത്ര പിടിപാടുണ്ടായിരുന്നു, മൻമോഹൻ സിംഗുമായിട്ട് അത്ര ബന്ധമുണ്ടായിരുന്നു, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അത്ര ബന്ധമുണ്ടായിരുന്നു. അവിടുത്തെ ഫിനാൻസ് സെക്രട്ടറിയുടെ അടുത്ത് പോയി ചെവിയിൽ പറയാൻ പോലും മടിക്കാത്ത ആളായിരുന്നു ഉമ്മൻചാണ്ടി സാർ. കേരളത്തിന് 10-20 MP പ്രപ്പോസൽ കൊടുക്കുമ്പോൾ ഒരു 10 പ്രോജക്റ്റ് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് ആണെങ്കിൽ കിട്ടുന്നേ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണന. വളരെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കപ്പെട്ടത്. അതിനോടൊപ്പം തന്നെ ഞായറാഴ്ച ചരിത്രത്തിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടു എന്ന പ്രത്യേകതയുമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചു അതിവേഗ റെയിലും എയിംസും ഒക്കെ തന്നെ, പക്ഷേ അത് രണ്ടും ഉണ്ടായില്ല എന്നുള്ളതാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുവാൻ ആഭ്യന്തര ഉൽപാദനത്തിന് പ്രാധാന്യം നൽകുന്ന, ആഭ്യന്തര ഉൽപാദനം കൂട്ടുന്ന വിധത്തിൽ ഉള്ള ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പരിശോധിക്കാം നമുക്ക്, എന്തുകൊണ്ട് കേരളം അവഗണിക്കപ്പെട്ടു, ആരുടെ ഭാഗത്താണ് വീഴ്ച? നമ്മോടൊപ്പം ചേരുകയാണ് ഈ വിഷയത്തിൽ വളരെ ആധികാരികമായി സംസാരിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ശ്രീ, ബജറ്റ് എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ആകെ മുന്നോട്ട് പോക്കിനുള്ള ഏറ്റവും കൃത്യമായ ഒരു വഴി തെളിക്കുന്ന ഒരു രേഖയാണ്, അല്ലേ? അതെ. ആ ബജറ്റിൽ കേരളത്തിന് വലിയ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങേ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. എന്തുകൊണ്ട് കേരളം അവഗണിക്കപ്പെട്ടു എന്നൊക്കെ കൃത്യമായി പറയാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാനിംഗ് ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്നു അങ്ങ്. ഇതുകൂടാതെ കേന്ദ്ര പ്ലാൻ ഫണ്ടിൻ്റെ നോഡൽ ഓഫീസറുമായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറയാൻ സാധിക്കും. എൻ്റെ ഈ ഒരു അഭിപ്രായത്തിലും കേരളത്തിന് വലിയ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വലിയ രീതിയിൽ കിട്ടുമായിരുന്ന വലിയ പദ്ധതികളുടെയൊക്കെ തന്നെ സ്വപ്നം ഉണ്ടായിരുന്നു. നമ്മുടെ എയിംസ് ഉണ്ടായിരുന്നു, അതിവേഗ റെയിൽ ഉണ്ടായിരുന്നു. അതിവേഗ റെയിൽ 7 എണ്ണം പ്രഖ്യാപിച്ചു, അതിവേഗ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. അതിൽ ഒരെണ്ണം പോലും നമുക്കുണ്ടായില്ല. എന്താണ് നമുക്ക് സംഭവിച്ചത്? എന്തുകൊണ്ട് കേരളം തഴയപ്പെട്ടു എന്നാണ് അങ്ങ് കരുതുന്നത്? ഇങ്ങനൊരു എളിയ ഉത്തരം പറഞ്ഞാൽ, കേരളത്തിലെ MP കേരളം കേരളം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെ, ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ. അത് കഴിഞ്ഞിട്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞു, ഇഫ് യു ആർ ടോക്കിംഗ് പൊളിറ്റിക്സ് ഐ ഹാവ് നത്തിങ് ടു സേ. യു ആർ ടോക്കിംഗ് അബൌട്ട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഐ വിൽ ടോക്ക് വിത്ത് യു, സിറ്റ് വിത്ത് യു ആൻഡ് ടോക്ക് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയം പറഞ്ഞാൽ ഞാനില്ല, നിങ്ങൾ സത്യസന്ധമായിട്ട് അതിൻ്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് എങ്ങനെ കൊണ്ടുവന്നു, എവിടെ സബ്മിറ്റ് ചെയ്തു, എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഇത് തന്നെയാണ് എൻ്റെ സത്യാവസ്ഥയും. അതായത് ഒരു ബജറ്റിൽ എങ്ങനെയാണ് ഒരു പ്ലാൻ സ്കീം കയറുന്നത് എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ പലപ്പോഴും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അറിയാത്തതാണോ അതോ അവർ ചെയ്യാത്തതാണോ, എന്തായിരിക്കും? കാരണം ഇത്രയും എല്ലാവരും സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ്, കുറേ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ? തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാലക്രമമുണ്ട്. ഇപ്പോൾ ബഡ്ജറ്റിന് ആദ്യം ഒരു ഫോർമേഷൻ പീരീഡ് ഉണ്ട്. ഓക്കെ. ഈ ഫോർമേഷൻ പീരീഡ് കഴിഞ്ഞിട്ടാണ് ഈ എനാക്ട്മെന്റ് വരുന്നത്. പിന്നെ എക്സിക്യൂഷൻ, ഓഡിറ്റ്, ഇങ്ങനെ 4 പ്രോസസ്സാണുള്ളത്. ഇതിൽ ആദ്യത്തെ 3 നമുക്ക് വേണമെങ്കിൽ മറക്കാം. കാരണം ഈ ഫോർമേഷനാണ് നമ്മൾ ചങ്കായിട്ട് കൊണ്ട് നടക്കേണ്ടത്. ഈ ഫോർമേഷൻ പീരീഡ് എന്ന് പറയുന്നത് സെപ്റ്റംബറിലെ ആരംഭിക്കും. ഓക്കെ, സെപ്റ്റംബറിൽ തുടങ്ങും. കഴിഞ്ഞ സെപ്റ്റംബറിൽ തുടങ്ങിക്കഴിഞ്ഞു ഈ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് പിന്നെ എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ മിനിസ്ട്രീസിനും ലെറ്റർ അയക്കും. നമുക്കിപ്പോൾ പുതിയ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പോകണു, നമുക്ക് നിങ്ങളുടെ പ്രപ്പോസലുകളെല്ലാം തരണം. അപ്പോൾ മിനിസ്ട്രീസ് എല്ലാം എന്ത് ചെയ്യും? ഇത് അയക്കുന്നതിനോടൊപ്പം യൂണിയൻ ടെറിട്ടറി ഉൾപ്പെടെയുള്ള മറ്റ് ഇന്ത്യയിലെ വിവിധ പിന്നെ ഭരണകേന്ദ്രങ്ങൾക്കും ഇതയക്കും.
എല്ലാ സ്റ്റേറ്റിനും അയക്കും, അയക്കും, സർക്കുലർ അയക്കും, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അയക്കും. അയക്കും. ഈ സർക്കുലർ വരുമ്പോൾ നമ്മുടെ പ്രപ്പോസലുകൾ എന്തുണ്ട് അത് കൊടുക്കണം എന്നുള്ളതാണ് വരുന്നത്. ഈ പ്രപ്പോസലുകൾ അതുപോലെ തന്നെ മിനിസ്ട്രീസിനും വരും. അപ്പോൾ മിനിസ്ട്രീസ് എന്ത് ചെയ്യും? അവരുടെ കീഴിൽ നമ്മുടെ കേരളത്തിൽ 10-60 ഡിപ്പാർട്ട്മെന്റുകൾ പോലെ കേന്ദ്രത്തിലും ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ടൂറിസം ഉണ്ട്, ആയുർവേദമുണ്ട്, ആരോഗ്യമുണ്ട്, റെയിൽവേ ഉണ്ട്. ഇങ്ങനെ ഓരോ വകുപ്പുകളായിട്ടുള്ള അവർക്കെല്ലാവർക്കും ഇതുപോലെ പ്രപ്പോസലുകൾ അയക്കാനായിട്ട് സബ്മിറ്റ് ചെയ്യും. ഓക്കെ. ഈ സമയത്ത് അവർ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നതും അവർ സ്വയം ഡിപ്പാർട്ട്മെന്റ് ഓരോ അത്യാവശ്യമുള്ളത് കണ്ടെത്തുന്നതും എല്ലാം കൂടി ചേർന്നാണ് ഈ പ്രോജക്റ്റ് ആദ്യം ഒന്ന് ഫോർമലൈസ് ചെയ്യുന്നത്. ഓക്കെ. ആദ്യത്തെ ഒരു രൂപീകരണം. എന്നിട്ട് ഇത് ഇന്റർ മിനിസ്ട്രീസ് ഡിസ്കഷൻ ഉണ്ട്. ഇതിന്റെ പദ്ധതി ഏതിലേക്കൊക്കെ കൂടുതൽ കൊടുക്കണം, കുറവ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മിനിസ്ട്രീസ് തമ്മിൽ ചർച്ചയുണ്ട്. അപ്പോൾ ആദ്യം സെക്രട്ടറിമാര്, ജോയിന്റ് സെക്രട്ടറിമാരൊക്കെ തമ്മിലുള്ള ചർച്ചകളാണ്. എന്നിട്ട് മിനിസ്റ്റേഴ്സ്, പ്രധാനപ്പെട്ട മിനിസ്റ്റേഴ്സും ഒക്കെ ഇതിനകത്ത് പങ്കെടുത്ത് ഒരു ചർച്ച നടത്തി. അതാണ് ഈ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് സെപ്റ്റംബറിൽ, അത് ചിലപ്പോൾ അതിന് മുമ്പേ തുടങ്ങും, എങ്കിലും സെപ്റ്റംബറിൽ തുടങ്ങി നമ്മൾ ഈ ജാനുവരി ആകുന്നവരെ ഏതാണ്ട് ഒരു 6 മാസക്കാലം ഇതിൻ്റെ ഫോർമേഷനായിട്ടുള്ള പീരീഡാണ്. ഈ പീരീഡിലാണ് ഇത് രൂപപ്പെട്ട് ഇങ്ങനെ വരുന്നത്. ഇത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് മിനിസ്ട്രീസ് തമ്മിൽ ചർച്ച ചെയ്ത് ഇത് ഫിനാൻസ് സെക്രട്ടറി കരട് അപ്രൂവ് ചെയ്യും. ഓക്കെ. ഈ ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്യും. ഇത് എന്നിട്ട് ഫിനാൻസ് മിനിസ്റ്റർ കൊടുക്കുകയാണ്. ഫിനാൻസ് മിനിസ്റ്റർ ഇത് അപ്രൂവ് ചെയ്ത് പ്രൈം മിനിസ്റ്റർ കൊടുക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ വരെ പോയി ഇതെല്ലാം, ഈ കരടെല്ലാം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ സെഷൻ ഉണ്ടാവും, പിന്നെ ഫിനാൻസ് മിനിസ്റ്റർക്ക് സെഷൻ ഉണ്ടാവും, സെക്രട്ടറിക്ക്, ഇതെല്ലാം കൂടെ ഒരു റിവ്യൂ വീണ്ടും നടക്കും. ഓക്കെ. ഇത് മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്യും. എന്നിട്ട് ഈ കരടിനെ ഒന്നുകൂടെ റിവ്യൂ ചെയ്ത് ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വീണ്ടും സെക്രട്ടറി കണ്ട്, ഫിനാൻസ് സെക്രട്ടറി കണ്ട്, ഫിനാൻസ് മിനിസ്റ്റർ കണ്ട്, PM കണ്ട് ഇതങ്ങ് ക്ലോസ് ചെയ്യും. ഓക്കെ. അതാണ് ഈ ഫോർമേഷൻ എന്ന് പറയുന്ന പീരീഡ്. നമ്മളൊരു പിന്നെ ഒരു കുട്ടി ജനിക്കുന്ന പോലെയാണ്. ഒരു ചെറിയ ബീജമായി തുടങ്ങി അത് കുറേ സ്റ്റേജുകളായി വളർന്ന് കയ്യും കാലും തലയും ഒക്കെ വെച്ച് ശ്വാസവും കൊടുത്ത് പുറത്തിറങ്ങുന്ന സ്റ്റേജാണ് ഈ ഫോർമേഷൻ. ഈ ഫോർമേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പരിപാടിയുണ്ട്, ഹൽവ സെറിമണി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊന്നുമില്ല, ഇത്രയും നാൾ ഈ പല ഡിപ്പാർട്ട്മെൻറ്റുകാർ ഇത് കഷ്ടപ്പെട്ട് ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഹൽവ സെറിമണി എന്ന് പറഞ്ഞാൽ ഇത് പ്രിൻറ്റിങ്ങിന് കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള ഒരു സെറിമണിയാണ്. ഓക്കെ. എന്നിട്ട് ഇത് പ്രിൻറ്റിങ്ങിന് കയറ്റുകയാണ്. ഇത് പ്രിൻറ്റിങ്ങിന് കയറ്റി കഴിഞ്ഞിട്ടാണ് നമ്മുടെ നിർമ്മല സീതാരാമൻ എനാക്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഫോർമേഷൻ പീരീഡിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. എനാക്ട്മെൻ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ആൾ കേരള ഞങ്ങൾക്കൊന്നും തന്നില്ലേ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്ന് നമ്മുടെ MP-മാരൊക്കെ കരയുന്ന സമയം. വിളിക്കേണ്ടത് വളരെ മുന്നേ ആയിരുന്നു. വിളിക്കേണ്ടത്, പക്ഷെ വിളിക്കേണ്ട രീതിയിൽ വിളിക്കണം തോന്നുന്നു. വിളിക്കേണ്ട രീതിയിൽ വിളിക്കണം, വിളിക്കേണ്ട സമയത്ത് വിളിക്കണം, അതിന് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ കൊടുത്തിരിക്കണം. വിളിക്കുന്നതിന് മുമ്പ് കൊടുക്കണം. ഓക്കെ. നമ്മൾ കൊടുക്കേണ്ട പ്രപ്പോസൽ കൊടുക്കാതെ നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഒരു പ്രപ്പോസൽ അവിടെ ഉണ്ട്, തന്നില്ല എന്ന് പറയാം. ഓക്കെ. അതിന് മുമ്പ് പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ കൊടുത്താൽ നടക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞു. ധനകാര്യ കമ്മീഷന്റെ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം പ്രപ്പോസൽ കൊടുത്തു, കിടന്ന് കഷ്ടപ്പെട്ടു, ബുദ്ധിമുട്ടി. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പണ്ട് പഞ്ചവടി പാലത്തിൽ പറഞ്ഞ പോലെ വനിതാ മെമ്പറെ കണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെ കൊണ്ട് ഫിനാൻസ് മിനിസ്റ്ററുടെ കയ്യിൽ എത്തിച്ച് ഞാൻ കരഞ്ഞ് അപേക്ഷിച്ചത് കൊണ്ട് എനിക്ക് 1.9% നിന്ന് 2.85% കൂട്ടി കിട്ടി. അപ്പോൾ പണിതാൽ കിട്ടും എന്നുള്ളതിന്റെ ഉദാഹരണമായല്ലോ. നമ്മൾ പണിയെടുത്താൽ കിട്ടും, അല്ലെങ്കിൽ പിന്നെ 12,000 കോടി കൊടുക്കൂ. കേന്ദ്ര വീതം കൂട്ടി കൊടുത്തിരിക്കുകയാണ് ഇവിടെ. 1.9 നിന്ന് 2.85 ആയപ്പോഴേക്കും വീതം എത്ര മാറി. ഇതുകൊണ്ടാണ് 37,000 കോടിയോളം നമുക്ക് കേന്ദ്ര വീതം കിട്ടും. പിന്നെ ഗ്രാൻഡിൻ എയ്ഡായിട്ട് കുറച്ചുകൂടെ അതും കൂടുതൽ കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്ക് ആവശ്യത്തിന് പുട്ടടിക്കാനുള്ള പൈസ ഇവിടെ വന്നു കഴിഞ്ഞു, കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പദ്ധതികൾ കിട്ടിയില്ല. എന്തുകൊണ്ട് പദ്ധതി കിട്ടിയില്ല? നമ്മൾ പറഞ്ഞ ഒരെണ്ണം എന്താണ്? എയിംസ് ആണ്. എയിംസ് ആരെല്ലാം പറഞ്ഞു? നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മുടെ മറ്റു മന്ത്രിമാർ പറഞ്ഞു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥലം ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇവിടെയാണ് വേണ്ടത്, അവിടെയാണ് വേണ്ടത്, ആലപ്പുഴയാണ് വേണ്ടത്, ആലപ്പുഴയ്ക്ക് കൊടുത്തില്ലെങ്കിൽ തൃശ്ശൂരാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് കിട്ടിയില്ല? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ പ്രപ്പോസലുകൾ സമയത്ത് അവിടെ എത്താറില്ല. നമ്മുടെ പ്രപ്പോസൽ എത്തിയത്, പിന്നെ മുമ്പത്തെ കഥ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പ്രപ്പോസൽ കൊടുത്തു. എയിംസിന് 3 സ്ഥലം സജസ്റ്റ് ചെയ്തു. കേരള സർക്കാർ 3 സ്ഥലം സജസ്റ്റ് ചെയ്തു. ഇത് 3 സ്ഥലം സജസ്റ്റ് ചെയ്താൽ അവിടെ ഇരിക്കുന്നവൻ ഗണിച്ചറിയോ ഇത് ഇന്നടത്തേക്ക് വേണമെന്ന്? അപ്പോൾ അവൻ എന്ത് ചെയ്യും?
ഇണ്ടാസൈക്കും നിങ്ങൾ 3 സ്ഥലം സജസ്റ്റ് ചെയ്യുന്നു, ഒരെണ്ണമാക്കി തരാൻ പറയും. അങ്ങനെ അവസാനം ഒരെണ്ണമാക്കി ഇവിടുന്ന് കൊടുത്തു. അതെവിടെയാ? കൊച്ചിയിൽ കിനാലൂരിൽ. കിനാലൂരിൽ കൊടുത്തപ്പോൾ അവിടുന്ന് അടുത്ത ചോദ്യം, ഇത് സർക്കാർ പ്രോപ്പർട്ടി ആണോ അല്ലയോ, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ? കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇതൊക്കെ അറിയണം, എന്നിട്ടേ ഫണ്ട് തരാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതും വീണ്ടും എഴുതി, ഇല്ല അത് ഞങ്ങളുടെയാണ്, വ്യവസായ വകുപ്പിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും എഴുതി. അപ്പോഴേക്കും വേറെ സംസ്ഥാനക്കാർ വന്ന് ഇത് അടിച്ചുകൊണ്ട് പോയി. ഓഹോ. എയിംസ് ആണുങ്ങൾ കൊണ്ടുപോയി. ആദ്യം ആദ്യത്തെ ചോദ്യത്തിന് തന്നെ അവൻ വേറെ ആളുടെ ക്യൂ നിൽക്കുക. തമിഴ്നാട് നിൽപ്പുണ്ട്, കർണാടക നിൽപ്പുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് മുതൽ ഇപ്പോഴേ തുടങ്ങി കാണും തമിഴ്നാട്ടിൽ. ഈ സാധനങ്ങളൊക്കെ, കാരണം ഇതിപ്പോ നമ്മുടെ ഒരു സ്റ്റേറ്റ് ആണ് കേരളം, ആ കേരളത്തിന് ഇത് കൊടുക്കണം എന്നൊരു കൺസിഡറേഷൻ അവർക്ക് വെക്കാൻ പാടില്ലായിരുന്നോ? അല്ല, ആ കൺസിഡറേഷൻ വെക്കൂല, കാരണം അവിടെ തള്ളാൻ ആളുണ്ടെന്നേ. ഇത് എനിക്കിതാന്ന് പറഞ്ഞുകൊണ്ട് ആള് അതിന്റെ ടൈമിൽ കരഞ്ഞോണ്ട് നിൽക്കുകയാണ്, അല്ലാതെ ട്രെയിൻ പോയിട്ടല്ല കരയുന്നത്. ഇവരിവിടെ ഇരുന്നുകൊണ്ട് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഇരുന്ന് പ്രോജക്റ്റുകൾ ഓരോന്ന് മാറ്റി മാറ്റി പറഞ്ഞ് അവസാനം പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പ്രപ്പോസൽ കൊടുത്തപ്പോഴും വൈകി പോയി. അവിടെ വേറെ ആള് കിനാലൂരിനപ്പുറം വന്ന് വേറെ അടിച്ചുകൊണ്ട് പോയി. പ്രപ്പോസൽ കറക്റ്റ് ആയിരിക്കണം. നമ്മളൊരു പദ്ധതിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഇവിടെ. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. പ്രപ്പോസൽ കിനാലൂരിലേക്ക് ഒരു പ്രപ്പോസൽ നോക്കുമ്പോൾ അവിടെ എത്രയോ ഹോസ്പിറ്റലുണ്ട്. ഞാനിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ പേര് പറയുന്നില്ല, 1/2 ഡസൻ 5-സ്റ്റാർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കൊച്ചിയിലുണ്ട്. അപ്പോൾ അവർ എന്തിനാ എയിംസ് അവിടെ കൊടുക്കുന്നത്? അപ്പോൾ അത് എയിംസ് ഇല്ലാത്ത ബീഹാറിലെ ഒരു സ്ഥലത്തെ ആവശ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ UP-യിലെ ഒരു സ്ഥലത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നു, അവർ കൊടുക്കാം. അല്ല സാർ, ഞാൻ ചോദിച്ചോട്ടെ, ഇത് അവർക്കിപ്പോൾ ഓരോ സ്റ്റേറ്റിനും അങ്ങ് കൊടുത്താൽ പോരെ? അത് എവിടെ നടപ്പാക്കണമെന്ന് സ്റ്റേറ്റിന് തീരുമാനിച്ചു? അല്ല, അങ്ങനെയല്ല. അത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഒരു ബാങ്ക് ലോണിന്, താങ്കൾ ഒരു ബാങ്ക് മാനേജറാണ്, ഞാൻ ഒരു ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ താങ്കൾ എന്ത് ചോദിക്കും? വീട് വെക്കാനാണ് ഞാൻ ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ താങ്കൾക്ക് പ്രമാണം ഉണ്ടോ എന്ന് ചോദിക്കും. വസ്തു തൻ്റെതാണോ എന്ന് ചോദിക്കും. അതെ, ഉടനെ അത് കൊണ്ടുവരാൻ പറയും, ഡോക്യുമെന്റ്സും കൊണ്ട് കൊടുക്കണം, അല്ലേ? എന്നിട്ട് അതിൽ അതിൻ്റെ അളവും ഇത് കെട്ടിടം വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ, ചതുപ്പാണോ, അതൊക്കെ നോക്കിയിട്ട് അവസാനം ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് അംഗീകരിക്കുമ്പോൾ എനിക്ക് ഇത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കി അവസാനം എനിക്ക് ലോൺ സാങ്ഷൻ ചെയ്യുന്നു. മുഴുവൻ സാങ്ഷൻ ചെയ്യുമോ? ഇല്ല, ഘട്ടമായിട്ട് എനിക്ക് സാങ്ഷൻ ചെയ്യും. അതുകൂടാതെ ഈ പ്രമാണമൊക്കെ കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അവർ 20 വർഷത്തെ മുൻ ആധാരങ്ങൾ എടുക്കും. ഒരു ബാധ്യതയില്ലെന്ന് വരും. അതിന്റെ മുന്നാധാരം കൊണ്ടുവരാൻ പറയും, വേറെ എങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ആരെങ്കിലും അതിനിടയ്ക്ക് മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചവന്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും. അയാളുടെ നെക്സ്റ്റ് ജനറേഷൻ അവകാശമില്ലാത്ത എനിക്ക് മാത്രമാണ് അവകാശം എന്ന് കൊണ്ടുവരാൻ പറയും. ഇതൊരു ബാങ്ക് ലോണിന് എനിക്കൊരു വീട് വെക്കാനുള്ള പ്രോസസ്സാണ്. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന്, അതായത് 150 കോടിയുടെ ഫണ്ടിൽ നിന്ന്, 150 കോടി ജനതയുടെ ഫണ്ടിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരു സാധനം എടുക്കുമ്പോൾ അതിന് ചില പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ് ഇവിടെ തർക്കുത്തരം പറഞ്ഞാൽ കിട്ടൂല. ഇതാണ് നമ്മുടെ. നമ്മളിപ്പോ ഈ കേന്ദ്രമന്ത്രിയും പറഞ്ഞല്ലോ സാർ, ഇത് കേന്ദ്രമന്ത്രിക്കും ചുക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ഞാൻ ഇതിന്റെ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾക്കായിട്ട് പല പ്രാവശ്യം, അതായത് 2013 ഞാൻ ടൂറിസം പ്ലാൻ, ഞാൻ അഹങ്കാരം പറയുന്നതായിട്ട് തെറ്റിദ്ധരിക്കരുത്, അഭിമാനം പറയുന്നതായിട്ട് വിചാരിക്കണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ പറയട്ടെ. 2013 നിങ്ങൾ നിയമസഭാ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കുക. അന്ന് വരെ ഉള്ളതിലേക്ക് ഏറ്റവും വലിയ കേന്ദ്ര വിഹിതം കിട്ടിയത് ആ പീരീഡിലാണ്. ഞാൻ അന്ന് പോയപ്പോൾ അവിടെ 2 ഗുണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, പിന്നെ ഉമ്മൻചാണ്ടി സാറായിരുന്നു അന്ന് മന്ത്രി. അദ്ദേഹം അവിടെ ലൈസൺ നടത്തും. പക്ഷെ ലൈസൺ നടത്തിയാലും നമ്മൾ ഈ സമയത്തിന് ഇത് കൊടുക്കണം. ഇത് കറക്റ്റ് പ്രപ്പോസൽ അവിടെ കൊടുക്കണം. അതായത് അവിടെ എന്ത് സ്കീമാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ സ്കീം കൊടുക്കണം. അല്ലാതെ വേറെ അതിനകത്ത് തെറ്റിച്ചാൽ രക്ഷയില്ല. ഇവിടുന്ന് പോയ എൻ്റെ കൂടെ സീനിയറായിട്ട് ഉണ്ടായിരുന്ന ഒരു IAS ഓഫീസറായിട്ട് ആനന്ദ് കുമാർ, അദ്ദേഹം അഡീഷണൽ ഡയറക്ടറായിരുന്നു ഇവിടെ. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് നല്ല പരിചയമാണ്. എൻ്റെ തോളിക്കായിട്ടുകൊണ്ട് നടക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളാണ് ആനന്ദ്കുമാർ സാർ. ഞാൻ ആനന്ദ്കുമാർ സാറ് ജോയിൻറ്റ് ഡയറക്ടറായിട്ടുണ്ടല്ലോ, പെട്ടെന്ന് ഈ കാര്യം നടക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്ന് നേരെ അദ്ദേഹത്തിനെയാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞു, വേണുഗോപാൽ, ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. നിങ്ങൾ കറക്റ്റ് പ്രോജക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യു ജസ്റ്റ് ഗോ ആൻഡ് ടോക്ക് ടു മൈ ജൂനിയർ ഓഫീസേഴ്സ്. അവിടെ ക്ലർക്കുണ്ട്, പിന്നെ സെക്ഷൻ ഓഫീസറുണ്ട്, അണ്ടർ സെക്രട്ടറി ഉണ്ട്. അവരുമായിട്ട് സംസാരിച്ച് ഈ സാധനം നിങ്ങൾ സ്കീമാക്കി കൊണ്ടുവരിക. അല്ലാതെ ഇവിടെ എൻ്റെ ടേബിളിന് ചുറ്റും കിടന്ന് കറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല വേണുഗോപാൽ. ഇവിടെ അങ്ങനെ നടക്കില്ല. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പരിപാടി ഇവിടെ നടക്കില്ല. ഞാൻ ഒപ്പിട്ട ഉടനെ അവർക്ക് തരില്ല. വേണുഗോപാൽ പ്രോജക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സംഭവം, അതായത് അവരൊരു പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അവര് പിന്നെ നമുക്ക് വേ സൈഡ് അമ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതായത് പോണ വഴിക്ക് ടൂറിസ്റ്റുകൾക്ക് സൗകര്യം ഒരുക്കാനുള്ള താവളം. അപ്പൊ അത് വേ സൈഡ് ടൂറിസ്റ്റ്, അതായത് തേക്കടിയിലേക്ക് പോകുന്ന വഴിയാണ്, അല്ലെങ്കിൽ പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയാണ്, കോവളത്തേക്ക് പോകുന്ന വഴിയാണ് എൻ്റെ ഈ സ്ഥലം എന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. എന്നിട്ട് ഇത് അവർ പറഞ്ഞിരിക്കുന്ന 45 സെന്റോ അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 2 ഏക്കറോ എത്രയാവുള്ളതെന്ന് വെച്ചാൽ അതുണ്ട് എന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. എന്നിട്ട്
ഇതിന് എൻവയോൺമെന്റലായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല, ഇത് പാരിസ്ഥിതിക പ്രശ്നമൊന്നും ഇല്ലാത്തതാണെന്നുള്ളത് അവിടെ പ്രൂവ് ചെയ്യണം. അവിടെ അതും വേണം. എൻവയോൺമെന്റ് ക്ലിയറൻസ് വേണം. അപ്പൊ ഇത്രയും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പകുതി ആശ്വാസമായി. അപ്പൊ ഇനി ഇവന്റെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് അവർ തട്ടിക്കൂട്ടി എല്ലാം റെഡിയാക്കി അപ്പോൾ സ്കീമിൽ ഉൾപ്പെടുത്തി നമ്മളെ. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ ഡ്രോയിങ്സ് അവർ പറഞ്ഞ അതേപോലത്തെ ഡ്രോയിങ് അവരൊരു സാധനം വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഓഫീസ്, അതിനപ്പുറത്ത് കഫറ്റേരിയ, ഇപ്പുറത്ത് ഇൻഫർമേഷൻ കൗണ്ടർ, അപ്പുറത്ത് ടൂറിസ്റ്റിന് ഇരിക്കാനുള്ള സ്ഥലം, വേണമെങ്കിൽ ഇങ്ങനെ ടോയ്ലറ്റ്, ഇങ്ങനെ ആ പറഞ്ഞിരിക്കുന്ന വേസൈഡ് അമ്യൂണിറ്റിയുടെ മുഴുവൻ ഫെസിലിറ്റി, പിന്നെ കാർ പാർക്കിംഗ്. ഓക്കെ, അവർ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം വേണം. അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി കൊടുക്കണം. ഇൻ ആൻഡ് ഔട്ട് വരെ വേണം. അതായത് നമ്മൾ ഒരു എൻട്രി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചോദിക്കും എന്താ മറ്റേ ഡോർ ഇല്ലാത്ത, കാർ വന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ പോകുന്ന സൗകര്യം വേണം. ഇൻ ആൻഡ് ഔട്ട് ഇല്ലെങ്കിൽ അവൻ തരില്ല. എക്സിറ്റ് ഇല്ല, നിങ്ങൾ എൻട്രി മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അതിന് എക്സിറ്റും കൂടെ വെച്ചോണ്ട് വരാൻ പറയും, ഉടനെ ഡ്രാഫ്റ്റ് തിരിച്ചു തരും. ഇങ്ങനെ ഇതില്ലെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യും, ഇതല്ലാതെ നമ്മൾ ചെയ്ത പകുതി വെച്ച് പിടിക്കും, പിന്നത്തെ ഫണ്ട് തരില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പ്രപ്പോസൽ കറക്റ്റായിട്ട് കൊടുക്കണം. ഇത് കൊടുക്കേണ്ടത് എപ്പോഴാ? ആഗസ്റ്റിന് മുമ്പേ നമ്മുടെ കയ്യിൽ ഇത് വേണം. ഇത് കറക്റ്റ് ആയിരിക്കണം. അതിന് ഇപ്പോഴേ തുടങ്ങണം. ഇപ്പൊ നമ്മൾ കേരളത്തിനൊന്നും കിട്ടിയില്ലേ, ആമയാണ് കിട്ടിയത് എന്ന് പറയുന്നത്, തേങ്ങയാണ് കിട്ടിയതെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇനിയിപ്പോ അടുത്തതിന് ശ്രമിക്കണം. ഇപ്പൊ ശ്രമിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ ആഗസ്റ്റിന് മുമ്പ് നമുക്ക് അവിടെ കൊണ്ടൊരു സാധനം തള്ളാൻ പറ്റും. തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യം നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കേരളത്തിന് പിഴവ് സംഭവിച്ചു, കേരളത്തിന്റെ കൺസേൺ ഡിപ്പാർട്ട്മെന്റ്സിന് പിഴവ് സംഭവിച്ചു. എയിംസിന്റെ കാര്യത്തിലാണെങ്കിൽ കേന്ദ്രമന്ത്രിക്ക് പോലും, അതായത് സുരേഷ് ഗോപിക്കും പിഴവ് സംഭവിച്ചു. അദ്ദേഹം ഇത് പല സ്ഥലത്ത് പറയാൻ പറ്റില്ല. അതിനകത്ത് ഇവർ പ്രപ്പോസൽ കൊടുത്തു കാണും. ഇപ്പൊ പിന്നെ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിനും പ്രപ്പോസൽ കൊടുത്തു കാണും, പക്ഷെ പ്രപ്പോസലിന് അപാകതകൾ പറ്റിയാണ്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ. എയിംസിന് 3 സ്ഥലം കൊടുത്താൽ അവരെങ്ങനെ തീരുമാനിക്കും? 3 ജില്ല കൊടുത്തു എങ്ങനെ തീരുമാനിക്കും? അപ്പൊ അത് ഒരു ജില്ലയാക്കി അവിടെ കിനാലൂരിലാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ് ഇത് സ്ഥലം, അതൊക്കെ ആദ്യം പറയേണ്ടതാണ്. 3 ജില്ലകൾ ഞങ്ങൾക്ക് 3 ജില്ലകൾ പ്രിഫറൻസ് ആണ്, ബട്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നമ്മളിപ്പോൾ അതിവേഗ റെയിലിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ വാർത്തയായിട്ടുണ്ട്. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ടുള്ള പഠനം ഇതേപോലെയാണ്. ഈ ശ്രീധരൻ ഓഫീസ് പോലും തുറന്നു. അതെ, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സിൽവർ ലൈൻ എന്നൊരു പ്രപ്പോസൽ അവർ കൊടുത്തിരുന്നു. അത് ഏതാണ്ട് അപ്പൊ അവർക്കൊരു ഐഡിയ ഇല്ല, ഇത് സിൽവർ ലൈൻ നടക്കോ ഇല്ല. അവസാനം ഒരു തത്വത്തിൽ അംഗീകരിക്കാന്ന് പറഞ്ഞു, പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പോയി, അനുമതി കിട്ടിയില്ല, പോയി. അതോടുകൂടി പോയി. അത് കഴിഞ്ഞ് ഉടനെ തന്നെ വേറൊരു പ്രപ്പോസല്, പിന്നെ നമ്മൾ റെയിൽവേയുമായിട്ട് ചേർന്ന് കൊണ്ടൊരു പ്രപ്പോസൽ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. അതും ഒന്നും ആകാതെ പോയി. അപ്പോൾ റെയിൽവേ മിനിസ്ട്രിക്ക് തന്നെ ഡൗട്ടാണ് ഇവർ പ്രപ്പോസൽ ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന്. അവസാനം എന്തോ ഈ ബഡ്ജറ്റിൽ, അതായത് നിർമ്മല സീതാരാമൻ അവിടെ ഹൽവ സെലിബ്രേഷൻ നടത്തി ബുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഒരെണ്ണം പാസ്സാക്കിയത് RRTS എന്ന് പറഞ്ഞൊരു സാധനം നമ്മളിവിടെ പാസ്സാക്കി. റെയിൽവേ നമ്മുടെ ഒരു ഹൈ സ്പീഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ജില്ലകളെയും കണക്ട് ചെയ്തുകൊണ്ട് മെട്രോയുമായി ബന്ധപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു സാധനം. ഇതെവിടെ അവിടെ ഏക്കാൻ? നേരത്തെ കൊടുക്കണമായിരുന്നു. ഇത് നേരത്തെ കൊടുക്കേണ്ടതല്ലേ? നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ അവസരമുണ്ട്. നേരത്തെ കൊടുത്തോണ്ടും കാര്യമില്ല, കാരണം എല്ലാ സംസ്ഥാനങ്ങളും ഇതുപോലെ ഫോളോ അപ്പ് ചെയ്യും. തമിഴ്നാടൊന്നും ഒട്ടും മോശമല്ല. നമ്മൾ ഇവിടുന്ന് ക്യാബിനറ്റ് റാങ്കോട് കൂടി പിന്നെ കെവി തോമസ് സാറിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സീനിയർ IAS ഓഫീസർ അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ. 2 വൻ പിന്നെ സ്ട്രോങ് മാൻ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് സാധനം ഇവിടുന്ന് കറക്റ്റായിട്ട് കിട്ടണം. ഇവരത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അപാകത വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇവിടുത്തെ മിനിസ്റ്ററെ അറിയിക്കണം. മിനിസ്റ്റർ ഇവിടെ നിന്ന് പറഞ്ഞ് അവിടെ പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് സെക്രട്ടറി പോകണം. സെക്രട്ടറി ഇപ്പോൾ ഇവിടെ ചെയ്യണം. ഇപ്പൊ ടൂറിസത്തിന് തന്നെ സുമൻ പില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ഡയറക്ടർ ആയിരുന്നു, എനിക്ക് നല്ലപോലെ അറിയാവുന്ന ആളാണ്. നല്ലൊരു മനുഷ്യനാണ്, ആന്ധ്രാക്കാരൻ, ഒരു അധ്യാപികയുടെ മകനാണ്. വളരെ മാന്യമായിട്ട് എല്ലാവരോടും പെരുമാറുകയും കേരളം എന്ന് പറഞ്ഞാൽ വലിയ സ്നേഹവും ഭക്തിയും ഒക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഈ പിന്നെ നമ്മുടെ സുരേഷ് ഗോപിക്ക് ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുന്നതല്ലേ ഉള്ളൂ. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ടാവും. പറ്റുന്ന സാധനങ്ങളൊക്കെ അതിനായിരിക്കും ചിലപ്പോൾ റെയിൽവേക്ക് തീരദേശ കടൽ തീരത്തിന്റെ പദ്ധതിയൊക്കെ വന്നത്. പക്ഷെ അത് കേരളം എന്ന് പറഞ്ഞു വന്നില്ല. എന്തുകൊണ്ട്? 20 ഓളം പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിലൊന്ന് കേരളത്തിന്റെ പേര് പറഞ്ഞു വരുന്നില്ലല്ലോ. അതാണ് പ്രശ്നം. നമ്മളിപ്പോ പദ്ധതികൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അത് നമ്മുടെ സ്പെസിഫിക് പേരിൽ വന്നാലേ കാര്യമുള്ളൂ. സ്പെസിഫിക് പേരിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ വന്നിരിക്കുന്ന പ്രോജക്റ്റുകൾ ഞാൻ നോക്കി കഴിഞ്ഞാലേ, ഇപ്പോൾ അതിവേഗ ഇടനാഴി 7 പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. തമിഴ്നാടിനുണ്ട്, ആന്ധ്രയ്ക്കുണ്ട്, UPക്കുണ്ട്. ഇതിലൊരെണ്ണം കേരളത്തിന്റെ പേര് വന്ന് പറഞ്ഞാൽ പിന്നെ ആരും തട്ടില്ല. ഇതിപ്പോ പിന്നെ ധാതു ഇടനാഴി കേരളത്തിന്റെ പേര് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. 4 സ്ഥലത്തുണ്ട്. നമുക്ക് മാത്രമല്ല ധാതു ഇടനാഴി വന്നിരിക്കുന്നത്, 4 സ്ഥലത്തുണ്ട്. പക്ഷെ അതിൽ കേരളത്തിന്റെ പേര് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. ഇത് വേറെ ആരും തട്ടിക്കൊണ്ട് പോകില്ല, നമുക്കേ കിട്ടും. 4 പേരിൽ 1 ബഡ്ജറ്റിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. ദേശീയ ജലപാത 20 എണ്ണം പറഞ്ഞിരിക്കുകയാണ്.
എന്തുകൊണ്ട് TS കനാൽ, ട്രിവാൻഡ്രം ഷൊർണൂർ കനാൽ പദ്ധതി എന്ന് എഴുതി ഇതിനകത്ത് വന്നില്ല? അത് വളരെ അത്യാവശ്യമായിരുന്നു. അത് അത്യാവശ്യമായിരുന്നു. അത് ശ്രീ സുരേഷ് ഗോപിക്ക് ചെയ്യാവുന്ന സാധനമല്ലേ? അതെ. അങ്ങനെ ഒരെണ്ണം വരുത്താവുന്നതല്ലേ? സുമൻ ബില്ല എന്ന് പറഞ്ഞ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ കേരളത്തെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്ന, കേരളത്തിന്റെ സെക്രട്ടറിയും ഡയറക്ടറും ആയിരുന്ന ആൾ അവിടെ ഇരിക്കല്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവിടെയും പരിചയക്കുറവോ അപാകതയോ ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ ഇതിന്റെ പ്രൊസീജിയർ മനസ്സിലാക്കാത്തതോ എന്തുകൊണ്ട്? വേറൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ ഇലക്ഷൻ വരികയാണ്. ഈ ഇലക്ഷന് ഇത്തരത്തിൽ ഒരു അവഗണന കേരളത്തിൽ നേരിട്ട് വന്നു പൊതുജനങ്ങൾക്കൊരു ബോധം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നോക്കുക, ബീഹാറിലേക്ക് നോക്കുക. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുൻപ് ബീഹാറിന് വാരിക്കോരി കൊടുത്തു. അപ്പൊ അവരൊക്കെ ഇത്രയും ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്തിട്ടായിരിക്കുമോ? തീർച്ചയായിട്ടും. അവിടുന്ന് അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. പാർട്ടി തീരുമാനിച്ചാലും മതി. ഇവിടുന്ന് BJPക്കും കുഴപ്പമുണ്ട്. BJPയുടെ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റിനും സംസ്ഥാന കമ്മിറ്റിക്കും എന്തുകൊണ്ട് ഒരു പ്രോജക്റ്റ് കൊടുക്കാൻ പറ്റിയില്ല? ഇപ്പൊ അവർക്ക് നേരിട്ട് പ്രോജക്റ്റ് കൊടുക്കാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കാം. BJP അധ്യക്ഷൻ പറഞ്ഞു പ്രോജക്റ്റ് കൊടുക്കാൻ പറ്റില്ല. കേരളത്തിനെ കൊണ്ട് ഏതെങ്കിലും പ്രോജക്റ്റുകൾ ചെയ്യിച്ച്, അല്ലെങ്കിൽ കേരളം കൊടുത്ത ഏതെങ്കിലും പ്രോജക്റ്റുകൾ തട്ടിക്കൂട്ടി അവിടെ എടുപ്പിക്കാനായിട്ട് ഇവിടുത്തെ BJP പ്രസിഡന്റിന് കഴിയേണ്ടതല്ലേ? രാജീവ് ചന്ദ്രശേഖർ അവിടെ ക്യാബിനറ്റ് റാങ്ക് ഇരുന്ന ആളാണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകാനോ അമിത്ഷായുടെ അടുത്ത് പോകാനോ നിർമ്മലാ സീതാരാമന്റെ അടുത്ത് പോകാനോ ഒരു ചോദ്യം പറച്ചിലും വേണ്ട. നോക്ക് ദ ഡോർ ആൻഡ് എൻട്രി എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മളൊക്കെ ചെന്ന് തള്ളുന്ന പോലെ തള്ളേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് എവിടെയും കയറി ചെല്ലാനുള്ള അവകാശമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അത്തരം ഒരു പ്രപ്പോസൽ ഇവിടുന്ന് പോയതായിട്ടോ അല്ലെങ്കിൽ കൊടുത്തതായിട്ടോ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ? സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ചോദിച്ച് അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ന പ്രപ്പോസലുകൾ നിങ്ങൾ അയക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ച് പ്ലാനിംഗ് ബോർഡിനെയോ ഇവിടുത്തെ ഏതെങ്കിലും മന്ത്രിയെ സമീപിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പ്രശ്നമാണ്. രണ്ടും വേണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഇത് രണ്ടും പ്രാധാന്യമാണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള സർക്കാരിന്റെ വകുപ്പുകൾക്ക് പിഴവ് അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചു. തീർച്ചയായിട്ടും. നമുക്ക് ഇത്രയും എംപിമാരുണ്ട്. ഈ എംപിമാരെ എന്തുകൊണ്ട് നമ്മള് ആഗസ്റ്റിൽ ഓരോരുത്തരുടെയും പ്രപ്പോസൽ വാങ്ങിച്ച്, ചിലരൊക്കെ പറയുന്നത് കേട്ട് ഈ പ്രേമചന്ദ്രൻ MP അദ്ദേഹം മാത്രമാണ് കൃത്യമായ കാര്യങ്ങൾ, അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് ഇതിന്റെ വകുപ്പ് അറിയാം. അദ്ദേഹം അവിടെ പിന്നെ കായലിന് മുകളിൽ കൂടെയുള്ള ദേശീയപാതയൊക്കെ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ആ ബ്രിഡ്ജ്, ഫ്ലൈ ഓവർ ഒക്കെ ഉണ്ടാക്കാൻ അദ്ദേഹം ഒരു ശ്രമം കണ്ടില്ലേ? അതൊക്കെ എവിടെ കൊണ്ടുവന്ന് എങ്ങനെ കൊള്ളിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഏത് മന്ത്രിയെ കാണണമെന്ന് അറിയാം. ഈ പൊളിറ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പൊളിറ്റിക്സ് ഇല്ലാതെ അങ്ങ് പരിപൂർണമായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ പരിശുദ്ധമായിട്ട് ഇങ്ങനെ കിട്ടുന്ന പ്രപ്പോസൽ എടുത്ത് അതിൽ നിന്ന് അരിച്ചെടുക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല. പൊളിറ്റിക്സ് ഉണ്ട്. ഞാനതാ പറയുന്നത്. 2013 ഞാൻ ഈ പ്രപ്പോസലുകൾ അയച്ചപ്പോൾ MS വേണുഗോപാലിന്റെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ ഈ പ്രപ്പോസലിന്റെ മഹാത്മ്യം കൊണ്ടോ മാത്രമല്ല, ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ അത്ര പിടിപാടുണ്ടായിരുന്നു, മൻമോഹൻ സിംഗുമായിട്ട് അത്ര ബന്ധമുണ്ടായിരുന്നു, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അത്ര ബന്ധമുണ്ടായിരുന്നു. അവിടുത്തെ ഫിനാൻസ് സെക്രട്ടറിയുടെ അടുത്ത് പോയി ചെവിയിൽ പറയാൻ പോലും മടിക്കാത്ത ആളായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. അതുകൊണ്ട് പ്രപ്പോസൽ ചെന്ന ഉടനെ പാസ്സാകും. അതിന് രണ്ടിനും കാരണമുണ്ട്. ഞാനാണിത് ചെയ്തെന്ന് പറയാൻ പറ്റില്ല എനിക്ക്. അത് വേറൊരു വലിയ ആൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്റെ പുറകിൽ. അത് പക്ഷെ എന്റെ ജോലി അത് നന്നായി കൊടുക്കണം. ഈ പ്രപ്പോസൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ രീതിയിൽ ഏതാ പ്രപ്പോസലാണ് ഉണ്ടാക്കുന്നത്, കറക്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്താ പറഞ്ഞിരിക്കുന്നത്, അതിൽ ഒരു വര ചുമന്ന മഷി കൊണ്ട് വരയ്ക്കാത്ത വിധത്തിൽ അത് ആക്കി കൊടുക്കണം. അത് നമ്മുടെ ജോലിയാണ്. മുകളില് അതുപോലെ ഒരു വർക്കും കൂടെ നടത്താനുണ്ട്. ഇത് രണ്ടും നടന്നാലേ ഇത് നടക്കുള്ളൂ. അല്ല, ഈ പൊതുജനങ്ങൾ ഈ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ ഇവന്മാരൊക്കെ അവിടെ കയറി ഇരുന്ന് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് നാടിന്റെ ആവശ്യത്തിന് വേണ്ടി കൃത്യമായ ഒരു പ്രപ്പോസൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അത് ചെയ്യണം. ശമ്പളം മേടിക്കുന്നതിനാ. തീർച്ചയായിട്ടും നമ്മൾ പൊളിറ്റിക്കൽ വില്ല് വേണം. പൊളിറ്റിക്കൽ വില്ല് ഭയങ്കരമാണ്. പൊളിറ്റിക്കൽ വില്ല് ചില കോംപ്രമൈസുകൾ ചെയ്തുകൊണ്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ റോഡ് നാഷണൽ ഹൈവേ ഇങ്ങനെ വന്നത്? ഗഡ്കരി എന്ന ഒരു മിനിസ്റ്ററും നമ്മുടെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു കോർഡിനേഷനാണ്. അവര് തമ്മിലുള്ള ഒരു ബന്ധം അതിനകത്ത് വലിയ ഘടകമാണ്. അത് പൊളിറ്റിക്സ് ഉണ്ട്. എന്തൊക്കെയോ പൊളിറ്റിക്സ് ഉണ്ട് അതിന്റെ പിന്നിൽ. ആ പൊളിറ്റിക്സ് ഇനിയും പറ്റും. ഇപ്പൊ എന്തുകൊണ്ടാണ് ധനമന്ത്രി ബാലഗോപാലിന് പദ്ധതി വിഹിതം കൂട്ടാൻ കഴിഞ്ഞത്? ഏകദേശം 11,000 കോടിയിലധികം ഇവിടെ 27 ഉണ്ടാക്കാൻ കഴിഞ്ഞ എങ്ങനെയാ? 26-27 അദ്ദേഹം അത് ആശ്വാസം എന്ന് പറഞ്ഞത്. അതെങ്കിലും കിട്ടിയത് നമുക്ക് വലിയ ആശ്വാസമാണ്. എന്തുകൊണ്ട് കിട്ടി? അദ്ദേഹം അതിനു വേണ്ടി വർക്ക് ചെയ്തു. സമയത്ത് അത് കാണേണ്ടവരെ കണ്ടു കൊടുത്തു. നിർമ്മല സീതാരാമന് ടീ അറേഞ്ച്മെന്റ് കേരള ഹൗസിൽ നടത്തിയതൊക്കെ അതിന്റെയൊക്കെ ചില ഭാഗമായിരിക്കാം. നാടിന് വേണ്ടി അതൊക്കെ ചെയ്യാം. അന്ന് ഇവിടെ പലരും വിമർശിച്ചു, എന്തുകൊണ്ട് അവിടെ മുഖ്യമന്ത്രി രഹസ്യമായിട്ട് നിർമ്മല സീതാരാമനെ കണ്ടു, എന്തുകൊണ്ടാണ്
കെ വി തോമസ് സാർ അതിനെ ഇവരെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുത്തിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഉണ്ടായില്ലേ? അല്ല സാർ, അതൊക്കെ ഇതിന്റെ പിന്നിൽ കാണും. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇതിപ്പോ എല്ലാത്തിലും പൊളിറ്റിക്സ് ആണ്. നമ്മളിപ്പോ നോക്കുമ്പോൾ കേരളത്തിൽ എല്ലാം ഓവർ പൊളിറ്റിസൈസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിപ്പോ ഞാൻ എന്നിട്ട് കോന അടിക്കാൻ കൂടെ അല്ല, ഇപ്പൊ ഇത് കേന്ദ്ര സർക്കാരിന് കൃത്യമായി പ്രോജക്റ്റുകൾ സമർപ്പിച്ച് ഇപ്പോൾ ആ പ്രോജക്റ്റുകൾ അനുവദിക്കപ്പെട്ടാൽ ആഹാ അതിന്റെ ക്രെഡിറ്റ് BJPക്ക് കിട്ടും എന്ന ഒരു ചിന്ത നരേന്ദ്രമോദി കൊണ്ടുപോകും, നരേന്ദ്രമോദി കൊണ്ടുപോകും അതിന്റെ ക്രെഡിറ്റ് അവർക്കായിരിക്കും ഗുണം ചെയ്യുക എന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടാകും. വേറൊരു കാര്യമുണ്ട്, ഞാൻ അതിന് പറയാം. 20 MPമാരെ വിളിച്ചിട്ട് പിന്നെ ആഗസ്റ്റിന് മുമ്പായിട്ട് 20 MPമാരുടെയും ഗസ്റ്റ് ഹൗസ് MPs കോൺഫറൻസ് നടത്താറുണ്ട്. ഇപ്പോൾ പറയുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രോജക്റ്റ് തരിക, ആ പ്രോജക്റ്റുകൾ ഇവിടുന്ന് കറക്റ്റായിട്ട് അവർ പറഞ്ഞ ആ ഫ്രെയിം വർക്കിനകത്താക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ സെപ്റ്റംബറിൽ കൊടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ഈ അടൂർ പ്രകാശും ഒക്കെ മിടുക്കന്മാരാണ് ഇതിന് അവിടെ പോയി ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ പിന്നെ കാസർഗോഡേക്ക് ഒരു പ്രോജക്റ്റ് കിട്ടിയിരിക്കും, ചിലപ്പോൾ ആറ്റിങ്ങിലേക്ക് ഒരു പ്രോജക്റ്റ് കിട്ടിയിരിക്കും. ഈ പ്രോജക്റ്റിന്റെ ക്രെഡിറ്റ് അവരെടുക്കുമായിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ, മനസ്സിലായില്ലേ? പക്ഷെ കേരളത്തിന് 10-20 MPമാർ പ്രപ്പോസൽ കൊടുക്കുമ്പോൾ ഒരു 10 പ്രോജക്റ്റ് ചിലപ്പോൾ കിട്ടിയിരിക്കും. ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് ആണെങ്കിൽ കിട്ടുന്നേ. നിഷ് നമ്മുടെ പിന്നെ തിരുവനന്തപുരത്ത് ഒരു ഏക്കറിന് അടുപ്പിച്ച സ്ഥലത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനം പോലെ, സ്വകാര്യ സ്ഥാപനം പോലെ നടത്തിയിരുന്ന ഒരു സാധനമാണ് ഈ വിജയരാഘവൻ സാറിൻ്റെ നേതൃത്വത്തിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട്. അത് അരുൺ ജെയ്റ്റ്ലി അവിടെ കേന്ദ്രമന്ത്രി ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇവിടുന്ന് റൈറ്റ് ടൈമിന് ഞാനന്ന് പ്ലാനിംഗ് ബോർഡിലുണ്ട്. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ്റെ സഹായത്തോടു കൂടി ശ്രീ വിജയരാഘവൻ സാറ് ഡൽഹിയിൽ പോയി ഈ പ്രോജക്റ്റും കൊടുത്ത് കറക്റ്റായി നടത്തിക്കൊണ്ടിരുന്ന 25 കോടി രൂപ അതിന് കിട്ടി. ആ പ്രോജക്റ്റിന് വെറും ഒരു ചെറിയൊരു പദ്ധതിക്ക്. അത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷെ അതിന് ഫണ്ട് കിട്ടി. എന്തുകൊണ്ട് കിട്ടി? ശരിയായ രീതിയിൽ പോയി. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. കരയുന്ന കുട്ടിക്ക് പാല് കിട്ടും, അത് ശരിയായ രീതിയിൽ കരയണം. അത് ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് ആയിരിക്കും. ഇപ്പൊ എന്തുകൊണ്ടാണ് ധാതു ഇതിന് കിട്ടിയത്? കേരളത്തിൽ അതിന്റെ നിക്ഷേപം ഉള്ളതുകൊണ്ട് മാത്രമല്ല. ഇപ്പം പിന്നെ നമ്മുടെ ശശി തരൂർ ചോദിക്കുകയും ചെയ്തു, 15 years ബാക്ക് വരേണ്ട പ്രോജക്റ്റ് ആയിരുന്നു, വൈ ഇറ്റ് വാസ് സോ ഡിലേഡ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നാളെ സംസാരിക്കുന്ന കേട്ടു TV കൂടെ കഴിഞ്ഞ ദിവസം. പക്ഷേ ഇതിപ്പോൾ വരാൻ കാര്യം എന്താ? ധാതുക്കളെ അന്വേഷിച്ച് നരേന്ദ്രമോദി ലോകം മുഴുവൻ അലയാൻ തുടങ്ങി. നമുക്ക് ധാതുക്കൾ ഒരുപാട് ആവശ്യമുണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ പല പ്രോജക്റ്റിനുമായിട്ട്, ക്രയോജനിക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ പിന്നെ ചിപ്പുകൾക്ക്, സ്മാർട്ട് ചിപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ആയിട്ട്, സെമി കണ്ടക്ടേഴ്സിനൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ്, ധാതുക്കൾ. അതിന് വേണ്ടിയിട്ട് പിന്നെ ആറ്റോമിക് എനർജിയുടെ പല സാധനങ്ങളും ആവശ്യമാണ്. അപ്പം ഫാർമ ഇൻഡസ്ട്രിക്ക് വേണം, ഇതിനൊക്കെ ആയിട്ട് ധാതുക്കൾ ഒരുപാട് വേണം. അപ്പം ഇങ്ങനെ ധാതു ഉള്ളടെ മുഴുവൻ അലിഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോൾ കേരളത്തിലുണ്ടെന്ന് അറിഞ്ഞു, അപ്പോൾ തന്നെ അത് എടുത്തു. ഇവിടുന്ന് പ്രപ്പോസലും പിന്നെ ഇവിടുത്തെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്, മറൈൻ ഡിപ്പാർട്ട്മെന്റോ ഏതെങ്കിലും പിന്നെ ധാതു വകുപ്പിന്റെ ഇവിടുന്ന് പോയിട്ട് കാണും. നമ്മൾ കേന്ദ്രത്തിന്റെ ഒരു പെർസ്പെക്ടീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ താരിഫ് യുദ്ധമൊക്കെ നടക്കുകയാണ്, ട്രംപിന്റെ വക. അത് വളരെ ഉഷാറായി. അതുകൊണ്ടാണ് അവർ ഇത്തവണ ഈ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആണ്. അത് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റ് പദ്ധതികൾക്ക് ഇത്രയും വലിയ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അതെ, ഭയങ്കരമായ സപ്പോർട്ട്. നമുക്ക് യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഗുണകരമായിട്ട് വരുന്നല്ലേ? ഇത് കേരളത്തിന് മുതലാക്കാവുന്നല്ലേ? തെങ്ങും വാണിജ്യവും മാത്രമല്ല, പല കാര്യങ്ങളുണ്ടെന്നേ. അതപ്പോ അതിവേഗ റെയിൽ തന്നെ നമുക്കും പലത് ഇനിയും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയും ചിലപ്പോൾ ശ്രീധരന്റെ പ്രോജക്റ്റ് അംഗീകരിച്ചു കൂടാന്നില്ല. ദേശീയ ജലപാത 20 എണ്ണം ഉണ്ട്. അതിലൊരെണ്ണം സുരേഷ് ഗോപി വിചാരിച്ചാൽ നമുക്ക് TS കനാലാക്കി മാറ്റാം, ട്രിവാൻഡ്രം ഷൊർണൂർ കനാലാക്കി മാറ്റാം. മെഡിക്കൽ ഹബ്ബ് എന്ന് പറയുന്ന 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം കേരളത്തിന് വേണമെങ്കിൽ നോക്കാം. ആയുർവേദ ഹബ്ബ് ഒരെണ്ണം ഇവിടെ ആയിക്കൂടാന്നില്ല. എയിംസ് ആയുർവേദത്തിൽ വരുന്നുണ്ട്, അതും ഇതൊരു 3 എണ്ണം ഉണ്ട്. അതിലൊരെണ്ണം 5 എണ്ണം മറ്റുണ്ട്, അതിലൊരെണ്ണം കേരളത്തിന് ആയിക്കൂടാന്നില്ല. അന്താരാഷ്ട്ര ട്രക്കിംഗ് കേന്ദ്രം 3 എണ്ണം ഉണ്ട്. അത് ഡൈവേഴ്സിറ്റി ഉള്ള നമ്മുടെ സഹ്യപർവ്വതത്തിൽ ഒരെണ്ണം ആയിക്കൂടാനില്ല. ഇതൊക്കെ ഇനിയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പല പ്രോജക്റ്റുകൾ MSMEയിൽ ഇപ്പം വന്നിരിക്കുന്ന പിന്നെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ നികുതി വെട്ടിപ്പ് തടയുന്നതിനൊക്കെയുള്ള എത്രയോ കുഴപ്പത്തിൽ കിടക്കുന്ന നമ്മളെ എത്രയോ സ്ഥാപനങ്ങളുണ്ടെന്ന് അറിയാം. അതെല്ലാം ക്ലിയർ ചെയ്ത് പോവും. ഇതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഇതുപോലെ മത്സ്യം, തുണി കയറ്റുമതിക്ക് വലിയ പ്രോത്സാഹനമായിട്ടിരിക്കുന്നത്. പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് മുഴുവൻ ഗുണം കിട്ടുന്ന കാര്യമില്ലേ കേരളത്തിലെ? അതുപോലെ കിറ്റക്സ്, അത് വേണമെങ്കിൽ പറയുമ്പോൾ കിറ്റക്സ് മുതലാളിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. തുണി കയറ്റുമതിയിൽ നമ്മുടെ കേരളത്തിലെ ഒരു ഉൽപ്പന്നമല്ലേ ഇത്? അവർക്കും പിന്നെ ഇതുപോലെ കിട്ടുന്നതല്ലേ? കാർഗോ ക്ലിയറൻസിന് ഏകജാല കേന്ദ്രം നമ്മുടെ വിദേശ മലയാളികൾക്കൊക്കെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ വൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കേരളം മുഴുവൻ ഒരു നഗരമാക്കും എന്ന് പറയുന്നു. ശരിക്കും അതല്ല വേണ്ടത്.
കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കിട്ടാൻ ഉദ്ദേശമാണെങ്കിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് 3 വൻ നഗരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. അതായത് വൻ മെട്രോ, സൂപ്പർ മെട്രോ നഗരങ്ങളാക്കണം. നമ്മുടെ നെടുമങ്ങാട് ഏറ്റങ്കരയൊക്കെ ചേർത്തുകൊണ്ട് വലിയത്. അതുപോലെ കൊച്ചിയിൽ കുറേ കൂടെ വലിയ ഒരു മെട്രോ. അതുപോലെ തന്നെ കോഴിക്കോട് പരിസര പ്രദേശങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു 25 ലക്ഷമോ 30 ലക്ഷമോ വരുന്ന വലിയ മെട്രോകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ വൻ നഗരങ്ങളിൽ പെടും. അപ്പൊ ഈ വൻ നഗരങ്ങളിൽ കൊടുക്കുന്നത് ഇപ്പൊ ബോംബെക്കും ഡൽഹിക്കും കൽക്കട്ടയ്ക്കും മദ്രാസിനും ചെന്നൈക്കും പോകുന്നത് നമുക്കൂടെ കിട്ടും. കാരണം ഇവിടെ ഇങ്ങനെ അറ്റത്താണല്ലോ. ഇങ്ങനെ അറ്റത്ത് ഏതെങ്കിലും ഒരെണ്ണം, ഈ 3 ഏതെങ്കിലും ഒരെണ്ണത്തിന് തരും. തിരുവനന്തപുരം ആയാലും കൊച്ചി ആയാലും കോഴിക്കോടായാലും ഒരെണ്ണത്തിന് കിട്ടും. ഇത്തരത്തിൽ നമ്മൾ ചില ഈ സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകൾക്ക് അനുസരിച്ച് നമ്മൾ, അല്ലാതെ കേരളം മുഴുവൻ ഞങ്ങൾ ഒറ്റ നഗരമാക്കുമെന്നാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അതിനേക്കാൾ നല്ലതാണ് 3 നഗരങ്ങൾ ഹൈ നഗരങ്ങളും ബാക്കിയെല്ലാം സബ് നഗരങ്ങളുമായിട്ട് നിൽക്കുന്ന പദ്ധതികൾ. കേന്ദ്ര മാനദണ്ഡങ്ങൾ, കേന്ദ്ര ഫണ്ട് ഏതൊക്കെ മാനദണ്ഡം അനുസരിച്ചാണ് കൊടുക്കുന്നത്, ആ മാനദണ്ഡം അനുസരിച്ച് നമ്മൾ ഇവിടെ പ്ലാൻ തയ്യാറാക്കി പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമം തുടങ്ങണം. അതിന് കൃത്യമായ രീതിയിൽ പ്രോജക്ട് റിപ്പോർട്ട് കൊടുക്കണം. അത് വാങ്ങിയെടുക്കാൻ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് കണ്ടിന്യൂസ് ആയിരിക്കണം. എവിടെയെങ്കിലും ഒരാളവിടെ നിൽക്കണമെന്നേ. അതിനാണ് നമ്മളിവിടെ ക്യാബിനറ്റ് ആളെ ലക്ഷങ്ങൾ മുടക്കി ക്യാബിനറ്റ് റാങ്കിൽ ആളെ വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു സീനിയർ IAS വെച്ചിരിക്കുന്നു. അതിന് പുറമെ വേറെ കുറെ ഇപ്പൊ എന്നെ പോലെ ഓടാനായിട്ട് കുറെ പേരെ നിർത്തിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ അവരൊക്കെ കൂടെ ചേർന്ന് ചെയ്യണം. ഞാൻ ഇത് ഒറ്റയ്ക്ക് ചെയ്തതാണ് ഞാൻ പറയുന്നത്. അന്ന് എനിക്ക് ക്യാബിനറ്റ് സെക്രട്ടറിയും അവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. അപ്പൊ ഇത് തന്ത്രപരമായി നീങ്ങണം, നമ്മൾ നീങ്ങിയാൽ നടക്കതായിരിക്കണം തീർച്ചയായിട്ടും. ഇപ്പൊ സെമി കണ്ടക്ടേഴ്സിന് വേണ്ടിയിട്ട് 40,000 കോടി രൂപയാണ് കേരളത്തിൽ 14 കേന്ദ്രങ്ങളിൽ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഉണ്ട്. വീടുകളിൽ സ്ത്രീകൾക്ക് ഇരുന്ന് വേണമെങ്കിൽ കുടിൽ വ്യവസായം പോലെ ചെയ്യാവുന്ന വിധത്തിൽ ചെയ്യാവുന്നതാണ്. MSME ആയിട്ട് ചെയ്യാവുന്നതാണ്. ശരിയാണ്. ഇതെല്ലാം ചെയ്യാവുന്നതാണ്. പിന്നെ മാർട്ടുകൾ, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ചില സബ്സിഡികളും പ്രോജക്റ്റും വരുന്നു. ജില്ലാ വനിതാ ഹോസ്റ്റൽ, ഇതെല്ലാം കുടുംബശ്രീക്ക് ഏറ്റെടുക്കാവുന്ന പ്രോജക്റ്റാണ്. കുടുംബശ്രീക്ക് ഒരു IAS കാരനോ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഇതിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കി ഡൽഹിക്ക് പറഞ്ഞാൽ ഇതെല്ലാം ഇവിടെ കൊണ്ടുവരാം. ഈ സ്ത്രീ ശാക്തീകരണ മാർട്ട് അടക്കമുള്ള പദ്ധതികൾ നമ്മുടെ ഇവിടെ ഇതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല. ഈ കുടുംബശ്രീ പോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വനിതാ സംരംഭം ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല. മുഴുവൻ പദ്ധതിയും നമുക്കിവിടെ നല്ലൊരു ശതമാനം പദ്ധതി ഇവിടെ കൊണ്ടുവരാം. നമ്മുടെ സംസ്ഥാനത്തിന് മുന്നിൽ ഒരു ചലഞ്ച് ഉണ്ട്. നിങ്ങൾ എത്ര പ്രോജക്റ്റുകൾ ശരിയായ രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ, കൃത്യമായി ശരിയായ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ടുണ്ട്, ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്? അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല, കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് സംസാരിക്കൂ എന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് ഒരു വശം. നമ്മുടെ കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പൊളിറ്റിക്സുമുണ്ട്. കേന്ദ്രത്തിന് കുറെ കൂടി പരിഗണന നൽകാമായിരുന്നു കേരളത്തോട് എന്ന വാദവും ശക്തമായി നിൽക്കുകയാണ്. പക്ഷേ കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് അതാണ് നമുക്ക് വേണ്ടത്, നമ്മൾ ചോദിച്ചു വാങ്ങണം ശരിയായ രീതിയിൽ എന്നുള്ളതാണ് ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഇത് ഏറെ നാളായി പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതൊക്കെ തന്നെ പതിക്കുന്നത് ബധിരമായിട്ടുള്ള കർണങ്ങളിലാണ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ശാപം. നമ്മൾ എന്ന് പൊളിറ്റിക്സ് നിർത്തി കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ മുതിരുന്നുവോ, ഉദ്യോഗസ്ഥർ ശരിയായ രീതിയിൽ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നുവോ, അന്ന് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുവരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയാൽ നാട് കുളം തോണ്ടുക മാത്രമേ ഉള്ളൂ. സോ പ്ലീസ്, ഇനിയെങ്കിലും നിങ്ങൾ നേരെ ചൊവ്വേ മുന്നോട്ട് പോകുക. വളരെയധികം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.